all, this is Cock. ആലപ്പുഴ ജിംഖാന. റൈറ്റർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ ഖാലിദ് റഹ്മാൻ. അന്തസ്. റൈറ്റർ ഒരാൾ കൂടെ ഉണ്ട് വിത്ത് ഖാലിദ് റഹ്മാൻ, ശ്രീനി ശശീന്ദ്രൻ. ഇനി അങ്ങോട്ടുള്ള ടെക്നീഷ്യൻസിൻ്റെ പേര് മാത്രം മതി. ജിംഷി ഖാലിദ് DOP. അതുപോലെ തന്നെ വിഷ്ണു ഗോവിന്ദാണ് ഓഡിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ വിഷ്ണു വിജയ് മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ. കിട്ടലം പരിപാടി. സുഹേൽ കോയ ലിറിക്സ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഓൾറെഡി ഹീസ് നോട്ട് വിത്ത് അസ്, നിഷാദ് യൂസഫ്. എൻജാദി കട്ട്സ്. അതായത് ഖാലിദ് റഹ്മാൻ്റെ കൂടെ ഇങ്ങനെ ബഞ്ച് ഓഫ് ടെക്നീഷ്യൻസ് വന്നു കഴിഞ്ഞാൽ പുള്ളി പെടയുണ്ട്. അതുപോലെ തന്നെ ആക്ടേഴ്സിനെ കൊണ്ട് ആ പെർഫോമൻസിൻ്റെ ഒരു മാക്സിമം അദ്ദേഹം തരും. നമ്മുടെ തല്ലുമാല കണ്ടിലാണ് ഫൈറ്റായി കഴിഞ്ഞാൽ അതിലെ പരിപാടികളൊക്കെ തന്നെ. ഇതും അതേപോലെ തന്നെ കീഴിലാണ്. ടെക്നിക്കലി ടു ഗുഡ്. ഇതിലുള്ള ഓരോ ഷോർട്ട് ഡിവിഷൻസ്, അതിൻ്റെ കട്ട്സ്, സ്കോർ, അതിൻ്റെ ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന രീതി, പിന്നെ അതുപോലെ തന്നെ ഹൈ സ്പീഡ് ഷോട്ട്സ്, ഇതൊക്കെ വന്നിട്ട് എന്ത് രസം അറിയാം. പടം കണ്ടിട്ട് സമയം പോകണമെന്ന് അറിയുന്നേ ഇല്ല. ഇൻ്റർവെല്ലായത് കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപേ ഇൻ്റർവെല്ലായി. 2 മണിക്കൂർ 20 മിനിറ്റ് ഉണ്ട്. പിന്നെ പെർഫോമൻസ്. ഷൈൻ ടോം ചാക്കോ വരെ വെറുപ്പിച്ചിട്ടില്ല. ഷൈൻ ടോം ചാക്കോ ഡയറക്ടർ മോശമായാലും ഉഴപ്പുന്ന ഒരു ആക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി കിടലായിട്ട് ആക്ട് ചെയ്യും. ഇത് ഷൈൻ ടോം ചാക്കോ വരെ, അതാണ് ഞാൻ പറഞ്ഞത്. മറ്റേ കാർത്തിക് ഇല്ലേ, പിക്കപ്പ് ലൈൻ പറയുന്ന അവനെ അത് ട്രെയിലർ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു മിക്കവാറും പറയിപ്പിക്കുന്നു. ഒരിക്കലുമില്ല, അതിനുള്ള അവസരമില്ല. കാരണം ആരെ കയ്യിൽ അവരെ കിട്ടിയിരിക്കുന്നേ? ഖാലിദ് റഹ്മാൻ്റെ കയ്യിൽ. അപ്പോൾ പിന്നെ എങ്ങനെ മോശമാവും? അതാണ് ഒരു ഡയറക്ടർ പറഞ്ഞാൽ പ്യുവർ ജം. ഖാലിദ് റഹ്മാൻ പ്യുവർ ജം. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കുന്ന രീതി, അതായത് കൺവെൻഷനലായിട്ടുള്ള ഒരു ഗ്രാഫോ കഥ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് അതല്ല. പുള്ളിയുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ആലോചിച്ച് നോക്കും. ക്യൂവിൽ മനീഷ് നാരായണനായിട്ട് ഇരിക്കുന്ന സമയത്ത് മനീഷ് നാരായണൻ ചോദിക്കുകയാണ് ഇതിൻ്റെ ഓൺലൈൻ എന്താണ്, അറ്റ്ലീസ്റ്റ് ബുക്ക് മൈ ഷോയിലുള്ള അത്രയും പറഞ്ഞാൽ മതി. ഖാലിദ് റഹ്മാൻ പറഞ്ഞു, അതല്ല അതിൽ കൂടുതൽ പറഞ്ഞു. കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബോക്സിങ് പഠിക്കാൻ പോകുന്ന കുറച്ച് പിള്ളേർ, ആദ്യമൊക്കെ അവർ ബോക്സിങ് പഠിച്ച് പോകും, ജില്ലാ ലെവലിൽ പോയിട്ട് സ്റ്റേറ്റ് ലെവലിൽ മത്സരത്തിന് പോയിട്ട് ഇട്ടിക്കൊണ്ട് തൂറും. ഇതാണ് ഇതിൻ്റെ കഥ പറഞ്ഞു. ഫുൾ കഥ പറഞ്ഞിട്ട് പറയാണ് നിങ്ങൾ പോയി കണ്ടു നോക്കൂ. ദാറ്റ്സ് ദ കോൺഫിഡൻസ് ലെവൽ ഓഫ് എ ഫിലിം മേക്കർ. കഥ പറഞ്ഞിട്ട് കണ്ടു നോക്കൂ, നിങ്ങൾ കണ്ടു നോക്കൂ. എജ്ജാതി സാധനം വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് രസം അറിയോ. അതിൽ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള പെർഫോമൻസ്. നസ്ലൻ ഭയങ്കര നാച്ചുറൽ, ഈസ് ടു നാച്ചുറൽ. ഇപ്പോൾ പലരും തമാശക്ക് പറയും ദിലീപ് ഏട്ടൻ പണ്ട് കാണിച്ച സാധനം നസ്ലിൻ. ഒരു എക്സാമ്പിൾ പറയും, കല്യാൺ ഡ്രാമയിൽ ഇങ്ങനെ ഇന്നസെൻറ്റ് ദിലീപ് ഒക്കെ ഇങ്ങനെ കോമഡി സീൻസ് ആയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കാനല്ലേ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് അതേ ഒരു സാധനം നസ്ലിൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അത് റിപ്പീറ്റേഷൻ ഓഫ് വാട്ട് ദിലീപ് ഡിഡ് ഏർലിയർ. പക്ഷെ ഒരിക്കലും ബോറല്ല. നസ്ലിൻ അതിൽ നന്നായിട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് പല ചെറിയ സാധനങ്ങളും, അതായത് കോമഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷൻ്റെ അകത്ത് നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന കോമഡിയാണ്. ഡയലോഗ് ഡെലിവറി, അതെല്ലാ ആക്ടേഴ്സും ചുമ്മാ പറയുന്ന സാധനമാണ്. ചെറിയ ലവ് സീൻസ്. പിന്നെ എങ്ങനെയാണ് ഈ ഖാലിദ് റഹ്മാനൊക്കെ ഈ പിള്ളേരുടെ ഈ 2K കിഡ്സിൻ്റെ വൈബ് അങ്ങനെ ഊറ്റിങ് എടുക്കുന്ന ആലോചിക്കുന്നത്. ഇതിൽ കിസ്സിനെ കുറിച്ച് പറയുന്ന സാധനം, അതായത് ഒരു പെൺകുട്ടി കിസ്സിനെ സമീപിക്കുന്ന രീതി, ലെസ്ഫുള്ളായിട്ട് സമീപിക്കുന്ന രീതി, വളരെ റൊമാൻറ്റിക് ആയിട്ട് കിസ്സിനെ സമീപിക്കുന്ന മറ്റൊരു പെൺകുട്ടി, അത് രണ്ടും എന്ത് ഭയങ്കര മനോഹരമായിട്ടാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. കിസ് ഈസ് ആസ് സിമ്പിൾ ആസ് ഇതായിരുന്നു നമുക്ക് തോന്നും. രണ്ടാമത്തെ പെൺകുട്ടി പറയുമ്പോഴേ, ആദ്യത്തെ പെൺകുട്ടി പറയുമ്പോൾ കിസ് ചെയ്യാൻ വന്നവൻ ആകെ ബേജാറായി പരിങ്ങി പോവുക. അത് 2 ക്യാരക്ടേഴ്സാണ്, കിസ്സിൻ്റെ 2 തലമാണ് അവിടെ കാണിച്ചു തരുന്നത്. അതൊക്കെ എന്ത് സിമ്പിളായിട്ടാണ് പറഞ്ഞു പോകുന്നത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇടി. ബോക്സിങ് പടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇതിൽ ബോക്സിങ്ങിനെ സമീപിച്ചിരിക്കുന്നത് ഭയങ്കര ബോക്സിങ്ങിൽ ചാമ്പ്യൻ ആവണമെന്ന് വെച്ചിരുന്നല്ലോ. കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ബോക്സിങ് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പപ്പണി നോക്കാം എന്ന് വിചാരിച്ച് വന്ന കുറച്ച് പിള്ളേരും. പിന്നെ അല്ലാതെ ഗണപതിയുടെ ക്യാരക്ടറെ പോലെ, ഗണപതിക്ക് എന്ത് കിട്ടുമെന്ന് അറിയും. എന്ത് കിട്ടും ഗണപതിയുടെ ഫിസിക്ക് പുള്ളിയാക്കിയെടുത്ത രീതി, അന്യ ക്യാരക്ടർ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ക്യാരക്ടേഴ്സ് വന്നിട്ട് ഒരു സ്പോർട്സ് സിനിമയുടെ ജോണറെ പെടുത്തിയുള്ള സാധനമല്ല. ഇതിൽ കോമഡിയാണ് ഫുള്ള്. പക്ഷേ ഇടി വന്നു കഴിഞ്ഞാൽ അതിനകത്ത് അഡ്രിനൽ റഷ് വരുന്ന സാധനമുണ്ട്, ഇമോഷൻസ് വരുന്നുണ്ട്. ഇവർ കുറേ പേര് ഇടിക്കാൻ പോയിട്ട് ഇടി കൊണ്ട് വീഴുന്ന ആൾക്കാരുണ്ട്, ജയിക്കുന്ന ആൾക്കാരുണ്ട്. അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് തിരിച്ചടിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കുന്ന രീതി, ട്രഡീഷണൽ ആയിട്ടുള്ള
വളരെ ക്ലീശയായിട്ടുള്ള സാധനങ്ങളെ പൊളിച്ചെഴുതിയിട്ട് ഉള്ള കുറേ സീൻസുകൾ. പിന്നെ ഞാൻ സ്കൂൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പിള്ളേരെ പ്ലസ് ടു നിന്ന് സ്പോർട്സ് ടീച്ചേഴ്സ് ഒന്നുമില്ല. അപ്പോൾ അവിടെ പിള്ളേരെയും കൊണ്ട് ഞാൻ ഇങ്ങനെ ബോക്സിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിലൊക്കെ പോയിട്ടുണ്ട് പലവട്ടം. അപ്പോൾ നേരിട്ട് കണ്ടിട്ടുണ്ട് ഈ ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയില്ല. അത് ബോക്സിങ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അത് നേരിട്ട് കണ്ടുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അത് ഭയങ്കര റിയലിസ്റ്റിക്കാണ്. ഇടികൊണ്ട് വീഴും, ശരിക്കും നല്ല ഇടി കിട്ടും, നേരിട്ട് കണ്ടറിയാം. അത് അത്ര റിയലിസ്റ്റിക് ആയിട്ട് ഇവിടെ മമ്മൂക്കയുടെ കോബ്ര മുതൽ ഈ അടുത്തിറങ്ങിയ ദാവീദ് വരെ കാണിച്ചിട്ടുണ്ട് ബോക്സിങ്. എന്ത് ബോക്സിങ് അതൊക്കെ, ഇതാണ് ബോക്സിങ്. അതിൽ തന്നെ മറ്റേ വഞ്ചിപ്പാട്ട് പടം എഴുതി, ആ വഞ്ചിപ്പാട്ട് തന്നെ കോമിക്കലായിട്ട് യൂസ് ചെയ്തതും അത് ഇമോഷണലി ഒരു സീൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതൊക്കെ പ്യുവർ ഖാലിദ് റഹ്മാൻ ബ്രില്യൻസ്. പിന്നെ ഇതിൽ ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ, ലുക്മാൻ്റെ ക്യാരക്ടർ, ലുക്മാനൊക്കെ എന്ത് കിടു ആക്ടറാ. ഇതെന്ത് പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ് ലുക്മാൻ്റെ. അത് വേറെ കുറച്ചും കൂടെ ഒരു ഫോർ എക്സാമ്പിൾ ടൊവിനോ ആണെങ്കിൽ പടം മൊത്തം ഡയമെൻഷൻ മാറി. നെസ്ലിനും ടൊവിനോ ഉള്ളൊരു മൾട്ടി സ്റ്റാർ പടമായി മാറി. പിന്നെ കോച്ചിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഇതൊന്നുമില്ല. ലുക്മാൻ ആയതുകൊണ്ട് ലുക്മാനെ കറക്റ്റ് പ്ലേസ്. അതുപോലെ കാസ്റ്റിങ്, അതായത് കളവന്മാരെ പിടിച്ച് ക്ലീൻ ഷേവ് ചെയ്യിപ്പിച്ചിട്ട് പിള്ളേരൊക്കെ കാണിക്കുന്ന പഴയ സെറ്റപ്പ് അല്ല. ഇത് ശരിക്കും 2K കിഡ്സ് തന്നെ. ബേബി ജീനൊക്കെ കൊളാക്കുന്നൊക്കെ പേടിച്ചിട്ടുണ്ടായിരുന്നു. പേടിയല്ല, കൊളാക്കുമെന്ന് വിചാരിച്ച് പോയിട്ടുണ്ട്. പക്ഷെ ഒന്നുമില്ല, എന്ത് കിടുമായിട്ടാണ് ക്യാരക്ടർ റണ്ടർ ചെയ്തിരിക്കുന്നത്. വേറെ കുറേ പയ്യന്മാരുണ്ട്, എല്ലാവരും പേര് പറയാം. പിന്നെ ഗേൾസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇത് പാഠം ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേർ ഖാലിദ് റഹ്മാൻ പറഞ്ഞ കഥ തന്നെ. പിള്ളേർ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ബോക്സിങ് ട്രെയിനിങ്ങിന് പോകുന്നു. അതുപോലെ ഇതിൽ സോങ്സ് ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനാ? വെറുതെ പാട്ട് അതല്ല, കഥ പറയാൻ വേണ്ടിയിട്ട്, കഥയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, പ്രോഗ്രഷൻ ഓഫ് ദ ഫിലിമിന് വേണ്ടിയിട്ടാണ് സോങ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. അതറിയാലോ, സുഹേൽ കോയൊക്കെ എഴുതുന്ന രീതി, വിഷ്ണു വിജയുടെ ഒരു മ്യൂസിക് പാറ്റേൺ അറിയാലോ. അങ്ങനെ ചേർന്ന് പോകുന്ന സീൻസായിട്ട് ചേർന്ന് പോകുന്ന പരിപാടി. അങ്ങനെ വന്നിട്ടാണ് പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ അതിൽ കുറേ കോമഡി പരിപാടികൾ, നെസ്ലൻ കയ്യിൽ നിന്നിരുന്ന കുറേ സാധനങ്ങൾ, കുറച്ച് റീലും, പിന്നെ അങ്ങനത്തെ സിമ്പിളായിട്ട് സാധാരണ പിള്ളേർ പറഞ്ഞ ഡയലോഗ്സ്. അത് അവിടെ കോട്ടയം നസീറുണ്ട്, മറ്റേ മറിമായത്തിലുള്ള പുള്ളിയുണ്ട് പ്യാരി, അങ്ങനെ കുറേ പേര്, അബൂ സലീമുണ്ട്, അങ്ങനെ കുറേ കഥാപാത്രങ്ങൾ ഇവർ വന്ന് പിന്നെ അങ്ങനെ പോയി. പിന്നെ സെക്കൻഡ് ഹാഫ് ഫുൾ ഇതാണ് ബോക്സിങ് മാച്ച് നമുക്ക് കാണാം. അതെന്ത് രസമാണ്, സമയം പോലും അറിയുന്നില്ലേ. മാച്ച് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക, ആ ടെൻഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, കോമഡി ഫീൽ ചെയ്യുന്നുണ്ട്, ഇവർ നമ്മുടെ വാശി ഫീൽ ചെയ്യുന്നുണ്ട്, എതിർ ടീമിൻ്റെ സാധനം ഫീൽ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ നേരത്തെ പോലെ അഡ്രിനൽ റഷ് വരുന്നുണ്ട്, ഇമോഷൻ വരുന്നുണ്ട്. ഗണപതിയുടെ ക്യാരക്ടറൊക്കെ ഭയങ്കര കിടു. ഗണപതിക്ക് എന്ത് സൂപ്പറായി ചെയ്ത് വെച്ചേക്കുന്നത്. നെസ്ലൻ പിന്നെ പറയണ്ട, നെസ്ലൻ്റെ മോട്ടിവേഷൻ പരിപാടി, ലുക്മാൻ്റെ പരിപാടി, ഇങ്ങനെ മൊത്തത്തിൽ വന്നിട്ട് ഒരു നല്ലൊരു നൈസ് എക്സ്പീരിയൻസ്. ബട്ട് അറ്റ് ദ സ്റ്റിൽ അറ്റ് ദ സെയിം ടൈം ഇമോഷൻ, അഡ്രിനൽ റഷ്, കൈയടിക്കാൻ തോന്നുന്നത്, വിസിലടിക്കാൻ തോന്നുന്നത്. പിന്നെ പറഞ്ഞില്ല, ടെക്നിക്കലി ടു ഗുഡ്. ചില സ്ലോ മോഷനൊക്കെ ഇടേണ്ട സ്ഥലത്ത് ഇടുന്നത്. അതുപോലെ പട്ടി ഷോ ഇല്ല. ബോഡി ഇവരൊക്കെ അത്രയും കഷ്ടപ്പെട്ട് ബോഡി ഉണ്ടാക്കിയതല്ല, ലുക്മാനായാലും നെസ്ലനായി കഴിഞ്ഞാൽ ഇതിലെ പിള്ളേരെല്ലാവരും തന്നെ. ഇതൊന്നും കാണിക്കാൻ വേണ്ടിയുള്ള പരിപാടി ഒന്നുമില്ല. നാച്ചുറലി അവർ ഷർട്ട് അയക്കുമ്പോൾ നമ്മൾ അത് ക്യാമറ ബോഡിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നുമില്ല. നാച്ചുറലി നമ്മൾ കാണാം. അല്ലാതെ നെസ്ലൈന് 6 പാക്ക് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊന്നുമില്ല. അതൊക്കെയാണ് ഒരു ഡയറക്ടറുടെ മര്യാദ എന്ന് പറയുന്നത്. അല്ല എന്തെങ്കിലുമൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ കാണിച്ച് മറ്റുള്ള ആൾക്കാരെ കൊണ്ട് തള്ളിച്ച് ഉണ്ടാക്കലല്ല. അപ്പോൾ തന്നെ ക്രിഞ്ച് അടിക്കുന്നത്, ക്രിഞ്ച് പരിപാടിയില്ല. ഈവൻ സ്മോൾ ഡയലോഗ് ഡെലിവറി, ബോധം കെട്ട് വീഴുന്നത്, വോമിറ്റ് ചെയ്യുന്നവരെ ഭയങ്കര അത് സിനിമാറ്റിക് ആണ്. റിയലിസ്റ്റിക് അറ്റ് ദ സെയിം ടൈം സിനിമാറ്റിക്. ദാറ്റ്സ് ദ ബ്രില്യൻസ് ഓഫ് എ ഫിലിം മേക്കർ ഖാലിദ് റഹ്മാൻ. ഓരോ ആളുകളുടെ പേരെടുത്ത് പറയണം ഈ പിള്ളേരുടെ അടുത്ത്. കാരണം അത്രയും എഫേർട്ട് ഇട്ട് ബോഡി സെറ്റാക്കി ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സന്ദീപ് പ്രദീപ് ഫാലിമിയിൽ ബേസിൽ അനിയനായിട്ട് അഭിനയിച്ചു. അന്നേരെ ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട്, നല്ല നടനായിട്ട് വരും. അതുപോലെ തന്നെ ഫ്രാങ്കോ ഫ്രാൻസിസ്, തണ്ണീർമത്തനുള്ള, അവനൊക്കെ ഭയങ്കര കിടുക. ഷോൺ ജോയ് സെറ്റ് പെർഫോമൻസ്. അനഘരവി കാതിലുള്ള കുട്ടി, അതുപോലെ തന്നെ നന്ദ നിഷാന്ത് ഇതിൽ ഒരു ബോക്സർ ഗേളാണ്. ഭയങ്കര അങ്ങനെ കിട്ടില്ല മൂവ്മെന്റ്സ്, കിട്ടില്ല ആറ്റിറ്റ്യൂഡ്, അടിപൊളി. നോയില ഫ്രാൻസി എന്ന് പറഞ്ഞൊരു കുട്ടി കൂടെ ഉണ്ട്. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ അഡ്രി ജോയും സ്വാതിദാസ് പ്രഭു, ഇവരെ രണ്ടുപേരും എനിക്ക് എപ്പോഴും മാറിപ്പോകും. ഈ പടങ്ങളിലൊക്കെ ഇവർ ഒരുമിച്ചുണ്ടാവും, മിക്ക പടങ്ങളും ഒരുമിച്ചുണ്ടാവും, ഇരട്ടകളെ പോലെയാണ്. രണ്ടുപേരെ മാറിപ്പോ രണ്ടുപേരും ഈ സിനിമയിലുണ്ട്. ടുവേർഡ്സ് ക്ലൈമാക്സ് നല്ല കിടലിനടി, അതായത് തല്ലുമാല ലെവലിലുള്ള ഇടി. അതായത് തല്ലുമാല കണ്ടിട്ട് ഞാൻ റിവ്യൂല് പറഞ്ഞതാണ്, എനിക്ക് പാപ്പ തന്നെ പുറത്തിറങ്ങി ഞാൻ ഇടിക്കാൻ തോന്നിയെന്ന്. അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് വല്ലതും ചേർന്ന് ഇടിച്ച് തരിപ്പണാക്കാൻ തോന്നില്ല നമുക്ക്. അതുപോലത്തെ അത് നമ്മൾ റഷ് ചെയ്ത് കാറ്റി വിട്ടേക്ക് ഹോർമോൺസിനെ. അങ്ങനത്തെ പരിപാടി കൊറിയൻ പടത്തിലൊക്കെ കാണാൻ പോലത്തെ ഗ്യാങ് തള്ളില്ലേ, അത് പരിപാടി കിട്ടുള്ള സാധനം. പിന്നെ ഭയങ്കര ലാസ്റ്റ് ലൈറ്ററായിട്ട് അവസാനിപ്പിക്കുന്ന ഒരു സിനിമ. രണ്ടാം വേഗം മറ്റേ പറഞ്ഞാൽ ഇങ്ങനെ വലിപ്പിക്കലൊന്നുമില്ല.
ആ പടം അങ്ങനെ അങ്ങ് അവസാനിക്കുകയാണ്. നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. വളരെ എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു സിനിമ.